പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്ത. ഈ സംഭവം എങ്ങനെയാണ് നടന്നതെന്ന് ഞാൻ സ്പീഡിലൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ സാവധാനമല്ലേ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് നിങ്ങൾ മുഴുവനായി കാണും. ഒരു ഉമ്മയെ മകൻ വെട്ടിക്കൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് എന്തൊരു നാടാണ് റബ്ബേ. ഈ സംഭവം എങ്ങനെയാണ് നടന്നത് എന്ന് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നത്. എല്ലാ മാതാപിതാക്കളും ഇന്ന് മക്കൾ കാരണം വേദന അനുഭവിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾ ഈ വീഡിയോ മുഴുവനായി കാണണം. ഇന്ന് സ്വന്തവുമില്ല, ബന്ധവുമില്ല, സ്നേഹവുമില്ല, ആരോടും കടപ്പാടുമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ അതിജീവിക്കാമെന്ന് എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ പറയുന്നുണ്ട്. ഒരു സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലണമെങ്കിൽ ഒന്നെങ്കിൽ അവന് ഭ്രാന്തായിരിക്കണം, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയായിരിക്കണം. സമാനമായ ഒരു കഥ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഒരു ഉമ്മയെ കോടാലി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയ മകന്റെ കഥ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ആ മകൻ മരണപ്പെട്ടത് മുഴുഭ്രാന്തായിട്ടാണ്. എങ്ങനെ തോന്നിയടോ സ്വന്തം ഉമ്മാനെ ഇങ്ങനെ വെട്ടി കൊലപ്പെടുത്താൻ? ആ ചോദ്യത്തിനൊന്നും ഇന്ന് പ്രസക്തിയില്ല. കോളേജ് കാലഘട്ടത്തിലെ ഇവൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആശങ്കപ്പെടുന്ന ഉമ്മ, ട്യൂമറിന്റെ വേദനയിൽ കഴിയുന്ന ഉമ്മ തൻ്റെ ജീവൻ നോക്കാതെ, തൻ്റെ വേദന നോക്കാതെ മകനെ ഓർത്ത് വേദനിക്കുക. ഈ ഉമ്മക്ക് കഷ്ടപ്പാടുകൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. മാരകമായ രോഗവും എങ്ങനെ ഇനി ജീവിതം കഴിയുമെന്നുള്ള ആശങ്കയും മയക്കുമരുന്നിന് അടിമയായ മകനും, ഇതൊക്കെ കൂടിയുള്ള വിഷമത്തിലായിരുന്നു ഈ ഉമ്മയുടെ ജീവിതം. പടച്ചറബ് അതിൽ നിന്നൊക്കെ ഇന്ന് ഒരു റിലാക്സ് കൊടുത്തു. മകനെ കൊണ്ട് ഉമ്മയെ കൊല്ലിപ്പിച്ചു. ഉമ്മ ഇപ്പോൾ സമാധാനമുള്ള ഒരു ലോകത്താണ്. മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചറബ് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ ഇഷ്ടമുള്ള, ഏറെ പ്രിയപ്പെട്ട മകനായിരുന്നു. ഏതു നേരവും ഉമ്മക്ക് ഈ മകനെക്കുറിച്ചായിരുന്നു ചിന്ത. അസഹനീയമായ വേദനയിലും മകനെ ഓർത്ത് ഇടക്കൊക്കെ കരയാറുണ്ടത്രേ. തൻ്റെ വേദന കൊണ്ടല്ല, മകനെ ഓർത്ത്, സ്വന്തം മകനെ ഓർത്ത്, മകന്റെ ഭാവിയെ ഓർത്ത് സങ്കടപ്പെടാറുണ്ടത്രേ. അങ്ങനെ ഒരു ഉമ്മയാണ് ഇവൻ വെട്ടിക്കൊന്നത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന മക്കളും ഇതേ സ്വഭാവക്കാർ തന്നെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും? മക്കൾ എങ്ങനെയാണ് ഇങ്ങനെയായി പോകുന്നത്? മനുഷ്യത്വം ഉണ്ടാകണമെങ്കിൽ മനുഷ്യരുമായിട്ട് ഇടപെടലുണ്ടാകണം. ഇത് രണ്ടും ഇന്ന് വളരുന്ന കുട്ടികൾക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പഴയതുപോലെ ഇന്ന് കളിചിരി തമാശകളുണ്ടോ? ഒന്നുമില്ല. അവർ ജീവിക്കുന്നത് ഇന്ന് ഏതോ ഒരു ലോകത്താണ്, സോഷ്യൽ മീഡിയയിലെ ഏതോ ഒരു ലോകത്ത്. ഈ സംഭവം നിങ്ങളൊക്കെ അറിയുണ്ടാകും, എന്നാലും ഞാൻ പറഞ്ഞു തരാം. താമരശ്ശേരി പുതുപ്പാടിയിലായിരുന്നു സംഭവം. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മകന്റെ കത്തിക്ക് ഉമ്മ ഇരയാകുന്നത്. വാങ്ങിക്കൊണ്ട് പോയത് തേങ്ങ പതിക്കാനെന്ന് പറഞ്ഞിട്ടാണ് വെട്ടുകത്തി വാങ്ങിക്കുന്നത്. വെട്ടുകത്തി വാങ്ങിയ ശേഷം ഇവിടെ വന്ന് കർമ്മം ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകിയായിരുന്നു. കൈ കഴുകുന്ന സമയത്ത് ഒരു കരച്ചിൽ കേട്ട സമയത്ത് പുറത്തിറങ്ങി അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. നോക്കുന്നവരും ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. വന്ന് വാതിലിന് മുട്ടി, ജനലിന് മുട്ടി. അവൻ ജനൽ തുറന്ന് നോക്കുന്ന ജനലിൽ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന ആളെയാണ് കാണാൻ സാധിച്ചത്. രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന അവനോട് പറഞ്ഞു എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ അമ്മയെ ഞാൻ വെട്ടിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആളുകളെ വിളിച്ചു, പോലീസിനെ വിളിച്ച് ആംബുലൻസും വിളിച്ചു. ഞാൻ അപ്പം തന്നെ അപ്പോഴേക്ക് എൻ്റെ ഉമ്മയുടെ അനിയത്തി വന്നു പുറകിലെ വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് കേട്ടില്ലേ? വളരെ നിസ്സാരമായി പറഞ്ഞു ഞാൻ ഉമ്മയെ വെട്ടിയെന്ന്. പ്രത്യേകിച്ച് പറയാൻ ഒരു തർക്കവും പ്രശ്നവുമില്ലായിരുന്നു ഈ ഒരു സമയം. യാദൃശികമായി നടന്ന ഒരു കൊലപാതകമാണിത്. ഉമ്മ ഇത്രനാളും ബ്രെയിൻ ട്യൂമർ ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റിലായിരുന്നു. ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ കഴിഞ്ഞ് ഉമ്മ വീട്ടിൽ വിശ്രമത്തിലാണ്. ലഹരിക്കടിമപ്പെട്ട മകൻ ബാംഗ്ലൂരിൽ ചികിത്സയിലും. അങ്ങനെ അവിടെ നിന്നും തക്ക സമയം നോക്കി ഉമ്മയെ കാണാനെന്ന നിലയിൽ വീട്ടിലേക്ക് വന്നതായിരുന്നു. വീട്ടിലാണെങ്കിൽ അന്നൊന്നും യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. ഇങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയിട്ടും ഉണ്ടാവില്ല. തക്ക സമയം നോക്കി അവൻ ചെയ്തു കൊടും ക്രൂരത. ചോദിച്ചവർക്ക് മറുപടിയായി കൊടുത്തത് എനിക്ക് ഈ ഒരു ജന്മം തന്നതിന് കൊടുത്ത ശിക്ഷയാണ് ഞാൻ ഉമ്മക്ക്. അതായിരുന്നു ആ പൊന്നുമോന്റെ മറുപടി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വന്തം മാതാവ് ഇങ്ങനെ ഒരു ജന്മം കൊടുത്തതിൻ്റെ ശിക്ഷയാണ് മകൻ കൊടുത്തത് എന്ന്. എവിടെ എത്തിപ്പോയി ആ മയക്കുമരുന്നിൻ്റെ ചിന്ത?
ഇവൻ പണ്ടേ മയക്കുമരുന്നിന് അടിമയായിരുന്നു അത്രേ. ഒരുപാട് പ്രാവശ്യം പലയിടത്തും ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഇപ്പോൾ ബാംഗ്ലൂരിൽ ചികിത്സയിലായിരിക്കെയാണ് അവിടുന്ന് തിരിച്ചു വന്ന് ഈ ഒരു കൊടും ക്രൂരത ചെയ്തത്. ചെറുക്കൻ പെട്ടെന്ന് ഇങ്ങനെ വയലന്റ് ആകാൻ വേണ്ടി അവിടെ ഒന്നും നടന്നിട്ടുമില്ല. യാദൃശികമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. മയക്കുമരുന്നിന്റെ ആ ഒരു എഫക്റ്റാണ് ഇത് കാണിച്ചത്. അയൽവക്കത്ത് നിന്നും വെട്ടുകത്ത് വാങ്ങി വെട്ടിക്കൊന്നു സ്വന്തം ഉമ്മയെ. അതും ഉമ്മയുടെ സഹോദരി ജോലിക്ക് പോയ തക്കം നോക്കിയാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. എന്തോ മനസ്സിൽ കരുതിക്കൂട്ടിയായിരിക്കും ഈ ചെറുക്കം വന്നിട്ടുണ്ടാവുക. 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇനി എത്ര ജീവിക്കാനുണ്ട്? ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ നിസ്സാര കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു കൊലയാളിയാകുക എന്നതൊക്കെ ഒരു അന്തസ്സുള്ള കാര്യമാണ്. ഇതൊക്കെ വളരെ നിസ്സാരമാണ്. അവരിത് നിസ്സാരമായി കാണാനുള്ള കാരണം എന്താണ്? ഇന്ന് 1, 2, 3 കൊല ചെയ്തവർ ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് ജാമ്യം കിട്ടി അവരിന്ന് നെഞ്ചും വിരിച്ച് നടക്കുന്ന ആളുകളെയാണ് കാണുന്നത്. അപ്പോൾ കുട്ടികൾക്ക്, ഇന്ന് വളരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ വളരെ നിസ്സാരം. കൂടിയാൽ 1 മാസം, അതിനുള്ളിൽ ജാമ്യം കിട്ടും. അപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്നാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റും. ഇന്ന് ജയിലിൽ കിടക്കുക എന്നൊക്കെ ഇന്നൊരു സ്റ്റൈലാണ്. അവൻ ജയിലിൽ കിടന്നവനാ, അവൻ കൊലയാളിയാ. ആ ഒരു പത്രാസിലായിരിക്കും പിന്നെ ഇവന്മാരൊക്കെ നടക്കുക. കാണുന്നവരൊക്കെ പേടിച്ച് തമ്പ്രാനെ എന്ന് വിളിക്കും. അത് തന്നെയാണ് ഇവരുടെ അഭിമാനവും. അങ്ങനെ ഉമ്മയെ ആഷിക്ക് കൊല ചെയ്ത് മുങ്ങാമെന്നാണ് കരുതിയത്. പക്ഷെ ഒരു കാരണവശാലും ആഷിക്കിന് അവിടെ നിന്ന് മുങ്ങാൻ പറ്റിയില്ല. അവിടുത്തെ നല്ലവരായ അയൽവാസികളൊക്കെ കൂടി പിടിച്ച് പോലീസിലേൽപ്പിച്ചു. പോലീസിലേൽപ്പിച്ചാൽ പിന്നെ അവർ സുരക്ഷിതരായി. അപ്പോൾ കണ്ടില്ലേ, തൻ്റെ ഉള്ളിലുള്ള കഠിനമായ ആ മയക്കുമരുന്നിന്റെ ശക്തിയാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ മക്കൾ ഇതുപോലെ ആവുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കണം. ആയിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വളരുന്ന കുട്ടികളെ മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു പ്രായമുണ്ട്. നമ്മൾ അവരെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചുമലിലിട്ട് താലോലിച്ച് നടക്കുന്ന ആ ഒരു പ്രായം നമ്മൾ മുതലെടുക്കണം. ആ ഒരു പ്രായം അവര് അനുസരിക്കുന്ന പ്രായമാണ്. അടിച്ചാൽ തിരിച്ചടിക്കാത്ത ആ ഒരു പ്രായം നമ്മൾ മുതലെടുക്കണം. ആ സമയത്ത് നമ്മൾ മക്കളെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്ത് വഷളാക്കുകയല്ല വേണ്ടത്. ലാളിക്കുകയും കൊഞ്ചിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യണം. ആ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ പറയുന്നത് അനുസരിക്കുകയുമില്ല. നമ്മൾ കയ്യോങ്ങിയാൽ അവർ കൈ തടയുകയും ചെയ്യും. ആ ഒരു പ്രായം നമ്മൾ ഒരിക്കലും അവരെ ഉപദേശിക്കാൻ പോകാത്തതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി അവരുടെ മെക്കെട്ട് കയറിയാൽ അവർക്ക് പിന്നെ ലൈസൻസ് കിട്ടി. ഇത്രനാളും ഒളിച്ചും പതുങ്ങിയും ഉപയോഗിച്ച മയക്കുമരുന്ന് പിന്നെ അവർ നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ഇവർ ചെയ്യും. എന്നുവെച്ചാൽ അവർക്ക് ലൈസൻസ് കിട്ടി, എന്നാലും പിടിച്ചല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യരുത്. നമ്മൾ അറിഞ്ഞാലും അറിയാത്തതുപോലെ അവരുടെ കൂടെ കൂടാം. എന്നിട്ട് അതിനുള്ളൊരു പ്രതിവിധി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അല്ലാതെ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്താൽ അവർക്ക് ലൈസൻസ് കിട്ടുകയും പാത്തും പതുങ്ങിയും നടത്തിയിരുന്ന സംഭവം നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ അവർ ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു വഴി നമ്മൾ തന്നെ തുറന്നു കൊടുക്കാതിരിക്കാം. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഇവർ പലതും കാട്ടിക്കൂട്ടുക. ഒന്നെങ്കിൽ നാട് വിടും, അല്ലെങ്കിൽ ഇതുപോലെ കൊലയാളിയാകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് നമ്മളും മാറേണ്ടിയിരിക്കുന്നു. ഇതുപോലെ ഒരുപാട് മക്കൾ മയക്കുമരുന്നിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളും ജീവിക്കാൻ ശ്രമിക്കാം. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കുക? മക്കളുമായി ഒരു ഫ്രണ്ട്സായി ജീവിക്കുക, ഒരു ഫ്രണ്ടിനെ പോലെ. മക്കൾക്ക് നമ്മൾ നല്ലൊരു ചങ്ങാതിയായിരിക്കാം, നല്ലൊരു കൂട്ടുകാരായിരിക്കാം. സ്വന്തം ഉമ്മയോടും ഭാര്യമാരോടും കുടുംബക്കാരോടും പറയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമ്മുടെ സ്നേഹിതന്മാരോടായിരിക്കും. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സ്നേഹിതന്മാരോട് തന്നെ. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളുമായി ഒരു ഫ്രണ്ട്സായി ജീവിക്കാം. അപ്പോൾ അവരുടെ രഹസ്യങ്ങളും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തിരുത്തുവാനും ഉപദേശിക്കുവാനും പറ്റും. അതേ സ്ഥാനത്ത് നമ്മൾ അവരുടെ മാതാവാണ്, പിതാവാണ്, അല്ലെ ഏട്ടനാണ്, അങ്ങനെ ഒരു ഭാവത്തിലാണ് നമ്മൾ പോവുകയാണെങ്കിൽ അവരെ നമുക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കും. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രഹസ്യമായിരിക്കും. നമ്മൾ കുറച്ചൊന്ന് ശ്വാസം വിട്ടുകൊടുക്കുക.
നമ്മൾ ഉപ്പയൊന്നുള്ള ഒരു ഭാവം, ഞാൻ ഉപ്പയാണ് അല്ലെ ഞാൻ ജ്യേഷ്ഠനാണ്, അങ്ങനെയുള്ളൊരു ഭാവം നമ്മൾ ഒഴിവാക്കി അവരോടൊരു ഫ്രണ്ട്സിനെ പോലെ ഇടപഴകി ജീവിക്കാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ നമ്മൾ മാറി ചിന്തിക്കാൻ ശ്രമിക്കുക. ഇതിനെയൊക്കെ മറികടക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനൊരു വഴി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എന്തെന്നായാലും എല്ലാവരും പടച്ച റബ്ബിനോട് പറയുക, നമ്മുടെ മക്കളെ നന്നാക്കി തരാം, നല്ല മക്കളാക്കി തരാം, നല്ല ബുദ്ധിയുള്ള നല്ല അദബുള്ള മക്കളാക്കി തരുവാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ മക്കൾക്കൊക്കെ പടച്ച റബ്ബ് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈമാൻ ഇല്ലാത്തതിൻ്റെ ഒറ്റ കുറവാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റഹ്മുറാഹിമായ റബ്ബെ, അല്ലാഹുവേ, നമ്മൾ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണേ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും കൊടുക്കില്ലേ റബ്ബെ. ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ മോനാണ് റബ്ബെ ഉമ്മയെ വെട്ടി കൊലപ്പെടുത്തിയത് റബ്ബെ. ആ ഉമ്മയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണ റബ്ബെ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ. അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണം റബ്ബെ. ഒരുപാട് മക്കൾ ഇതുപോലെ മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ. ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ. നല്ല മക്കളാക്കി തരണ റബ്ബെ. നല്ല സ്വാലിഹങ്ങളായ സാലിഹത്തായ മക്കളാക്കി തരണ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കണ റബ്ബെ. നാടിനും വീടിനും ഉപകാരമുള്ള മക്കളാക്കി തരണ റബ്ബെ. മക്കൾ കാരണം തലകുനിച്ച് നടക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കൊന്നും വരുത്തല്ലേ റബ്ബെ. മക്കൾ കാരണം അഭിമാനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കി തരണ റബ്ബെ. മക്കൾ കാരണം വേദനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബെ. ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് മക്കൾ കാരണം ബുദ്ധിമുട്ടിലാകുന്നുണ്ട് റബ്ബെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ. ആ മക്കളെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കണ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ കാക്കണ റബ്ബെ. നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണ റബ്ബെ. നമ്മുടെ മക്കളുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കണ റബ്ബെ. പടച്ച റബ്ബെ, ഈ ഭാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ. നമ്മുടെ ദുആ നീ തട്ടിക്കളയില്ലേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ആ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. പിന്നെ നമ്മുടെ മക്കളെ നന്നാക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും ദുആ ചെയ്യുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ചോദിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.